നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജോലി തന്നെയാണോ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. അതായത് നിങ്ങൾക്കൊരു സിഇഒ ആണ് സ്ഥാപനത്തിന്റെ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മേലധികാരിയാണ്. ആ സ്ഥാപനം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടതും ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആ സ്ഥാപനത്തെ എത്തിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ള വ്യക്തിയുമാണ്. അങ്ങനെയുള്ള നിങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ജോലിക്ക് പകരം നമ്മുടെ ഒരു സ്റ്റാഫ് ചെയ്യേണ്ട ജോലി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പല പണികളും അവിടെ പെൻഡിങ് ആവും. വളരെ പ്രധാനപ്പെട്ട കമ്പനിയുടെ സിസ്റ്റം ജനറേഷനോ, അല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ നെക്സ്റ്റ് ലെവൽ പ്ലാനോ, അല്ലെങ്കിൽ കമ്പനിയുടെ SOPs ക്രിയേറ്റ് ചെയ്യലോ, ഇങ്ങനെ പ്രധാനപ്പെട്ട പണികൾ നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മളൊരു സ്റ്റാഫിന്റെ, അല്ലെങ്കിൽ ഒരു മാനേജറുടെ, ഒരു സെയിൽസ് സ്റ്റാഫിന്റെ പണികൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക. അത് നമ്മുടെ ബിസിനസ്സിനെ വളരെ ലൂസിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് നമ്മളെ ബിസിനസ്സിനെ കൊണ്ടുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് നമ്മളൊരു സെയിൽസ് സ്റ്റാഫ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന പണിയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനോടും നമ്മളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ്, നൂറുകണക്കിന് ആളുകളുണ്ട്, അവർ നമ്മുടെ സമയം ചിലവഴിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കുന്നത് ഫോണിലൂടെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 കോള് ഒരു ദിവസം വന്നാൽ 10 സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ദിവസം ഒരു പ്രൊഡക്ടിവിറ്റിയും ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത രൂപത്തിൽ നമ്മൾ ടയേർഡ് ആവും. കാരണം മാർക്കറ്റിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുള്ള മുഴുവൻ നെഗറ്റീവുകളും, മുഴുവൻ പ്രശ്നങ്ങളും നമ്മുടെ തലയിലേക്ക് വെക്കുന്ന രൂപത്തിലായിരിക്കും. ഒരു കോള് ചിലപ്പോൾ 10 മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് നമ്മുടെ മൈൻഡിന് ഒരു മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെയോ എഫക്റ്റ് കൊടുക്കും. ആ ഒരു എഫക്റ്റിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ലെവലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായും നമ്മൾ മനസ്സിലാക്കുകയും അതിനുള്ള സൊല്യൂഷൻ കാണുകയും ചെയ്യണം. നമ്മുടെ ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷന് ഒരു പ്രോപ്പർ സംവിധാനം കൊണ്ടുവരണം, പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവരണം. തോന്നുന്ന സമയത്ത് ആർക്കും ആരോടും സംസാരിക്കാവുന്ന രൂപത്തിലും നമ്മുടെ സമയം ആർക്കും എടുക്കത്തക്ക രീതിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ പാടില്ല. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടൈം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രമല്ല, നാളെ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളോട് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റിട്ട്, പല ആളുകളും രാവിലെ എണീറ്റിട്ട് മറ്റുള്ളവരാണ് നമ്മളുടെ ജോലിയെ തീരുമാനിക്കുന്നത്. മറ്റുള്ളവർ തീരുമാനിക്കുന്നത് അനുസരിച്ചാണ് രാവിലത്തെ ഒരു ഫോൺ കോൾ ആയിരിക്കും ചിലപ്പോൾ അന്നത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. തലേ ദിവസം നാളെ ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന്, നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ രാവിലെ വരുന്ന ഒരു ഫോൺ കോൾ നമ്മൾ അതിന്റെ പിന്നാലെ പോകും. അല്ലെങ്കിൽ രാവിലെ വരുന്ന ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ രാവിലെ വരുന്ന ഒരു കസ്റ്റമർ ഇഷ്യൂ, അല്ലെങ്കിൽ രാവിലെ വരുന്ന ഒരു സ്റ്റാഫിന്റെ ഇഷ്യൂ, അത് തീർക്കാനായിരിക്കും ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഓടുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്യരുത്. പകരം നമ്മളോട് ഒരാൾ സംസാരിക്കുന്നത് പോലും നമ്മുടെ സമയത്തിനാവണം. അല്ലാതെ അവരുടെ സമയത്തിന് നമ്മൾ സംസാരിക്കാൻ നിന്നാൽ, ഒരു 100 കസ്റ്റമർ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു 100 ആളുകളെ നമ്മളെ വിളിക്കാൻ ഉണ്ടായാൽ ഈ ഒരു വർഷത്തിൽ നമുക്കൊന്നും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അപ്പോ പല ആളുകളും പരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ്, നമ്മൾ ഫോണിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം വാട്സപ്പ് ഉപയോഗിക്കും. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ, ഫോൺ നമ്മളെ വിളിക്കുമ്പോൾ, ഫോണിലൂടെ നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കണം, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കുകയാണെങ്കിൽ എന്റെ സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾ സംസാരിക്കേണ്ടി വരികയാണ്, അല്ലെ? പകരം നമ്മുടെ സമയത്തില് നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റണം. അപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അവരുടെ പ്രശ്നങ്ങളോ അവരുടെ എന്ത് കമ്മ്യൂണിക്കേഷനും നമ്മളുമായിട്ട് നടത്താം. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ, കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിലേക്കാവണം അവർ ചെയ്യുന്നത്. നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മുടെ ഫ്രീ സമയത്തിനനുസരിച്ച് നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ്, ചിലപ്പോൾ നമ്മൾ
വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ, ഒരു സ്റ്റാഫോ നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മളെ വിളിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടപ്പെടും. രണ്ടാമത്തത്, നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ട് കാരണം ആ വിളിക്കുന്ന വ്യക്തിയെ സാറ്റിസ്ഫൈഡ് ആക്കാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ഇത് രണ്ടും പ്രശ്നമാണ്. പകരം നമ്മളെ വിളിക്കുന്ന ആളോട് വാട്സപ്പിൽ അയക്കുക, ഞാൻ റിപ്ലൈ തന്നോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങിന് അത് ബാധിക്കുന്നില്ല. പകരം നമ്മളെ വിളിച്ച ആളെ അവർക്ക് മാന്യമായ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമെടുത്ത് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിസിനസ് സിസ്റ്റത്തിൽ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമുള്ളത് മാത്രം കോളിലേക്കും ബാക്കിയുള്ളവ ഫോൺ, വാട്സപ്പ് ത്രൂവും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ രാവിലത്തെ വളരെ മോർണിംഗിലുള്ള സമയം പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കൊടുക്കുന്നതും നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും, നമുക്ക് സമാധാനപരമായ സമയങ്ങളിൽ നമുക്ക് ബിസിനസിന്റെ നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കാനും മറ്റും സാധിക്കും. അപ്പോൾ എല്ലാവരും ടൈം മാനേജ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. താങ്ക് യു.